ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ഒരു മൂന്ന് സെറ്റ് കോംബോ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഒരു അഗ്ലോണിമയുടെ സെറ്റ്, പിന്നെ നമ്മുടെ CC പ്ലാന്റ് ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ കലാത്തിയുടെ ഒരു സെറ്റ്, പിന്നെ കലാത്തിയുടെ ഒരു സിംഗിൾ പ്ലാന്റും ആണ് കേട്ടോ നമ്മളിന്ന് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ അതിന് മുൻപ് പറയാനൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറച്ച് ഫീലോ വെറൈറ്റി ഒക്കെ ഇട്ടിട്ട് ഓർഡർ എടുത്തിരുന്നു. അപ്പം മൺഡേ ആയിരുന്നു ഞാൻ കൊറിയർ പറഞ്ഞിരുന്നത്. മിക്കതും അത് ട്യൂസ്ഡേ ആവട്ടെ, കാരണം സ്കൂൾ തുറക്കണ കാര്യം ഞാനത് വിട്ടുപോയി. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കും, അല്ലാത്ത പക്ഷം ചൊവ്വാഴ്ച ആയിരിക്കും അയക്കുക. കാരണം സ്കൂളിൽ നിന്ന് വരണതിനനുസരിച്ചിരിക്കും നമുക്ക് എങ്ങനെ അയക്കാൻ പറ്റാന്നുള്ളത്. അപ്പോൾ പേഴ്സണലായിട്ട് ഓർഡർ തന്നവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിടാം. എന്നാലും തുടക്കം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ ഓർഡറും അതിനൊപ്പം തന്നെയായിരിക്കും കേട്ടോ. തിങ്കളല്ലെങ്കിൽ ചൊവ്വ അങ്ങനെയായിരിക്കും. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് അന്ന് തന്നെ അയക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ അയക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഒന്ന് ഈ ഒരു റെഡ് വെറൈറ്റിയാണ്. ഈ ഒരു റെഡ് വെറൈറ്റി ആണ് ഒരെണ്ണം വന്നിട്ടുള്ളത്. പിന്നെ വന്നുള്ളത് റോട്ടണ്ടത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റൂട്ട് വന്നത് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ. ഷൂട്ടൊക്കെ വേറെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് സെക്സീലിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ്. കോമൺ അല്ല, റയർ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ. എൻ്റെ ഇതിൻ്റെ മദർ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ബേബീനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബേബീന്നൊന്നും പറയാൻ പറ്റില്ല, വലിയ പ്ലാന്റാണിത്. പിന്നെ നമുക്കുള്ളത് ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തുള്ളത് 500 രൂപയാണ് കേട്ടോ ഈ കോമ്പോയുടെ റേറ്റ്. 4 വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ സെക്സിലി അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റി ആണ് കേട്ടോ. 350, 400, 500, 600 ഒക്കെ റേഞ്ചിൽ റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മദറിൽ നിന്ന് ബേബീസ് ഉണ്ടായ കാരണമാണ് ഞാനത് കോമ്പോയുടെ കൂടെ വെച്ച് ഒരു റേറ്റിന് കൊടുക്കണത്. അപ്പോൾ 4 വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത്. സെക്സീലിയ, പിന്നെ ഒരു റെഡ് വെറൈറ്റി, റോട്ടണ്ടം, പിന്നെ ഗോൾഡൻ സ്പൂൺ കേട്ടോ. 4 വെറൈറ്റി 500 റേറ്റ് വരുന്നത്. CC സെപ്പറേറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നുള്ളത് CC പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് ബ്ലാക്ക് CCയുടെ ഒരു പ്ലാന്റും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ CCയുടെ ഒരു പ്ലാന്റും തമ്മിലുള്ള കോംബോ ആണ് കേട്ടോ. കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. 130 രൂപയാണ് കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ. CC സെപ്പറേറ്റ് ആണ് ഇതിൻ്റെയും വരുന്നത്. ഏതാണെങ്കിലും CC സെപ്പറേറ്റ് ആണ്, ഇൻക്ലൂഡഡ് അല്ല ഒന്നിലും. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു 4 സെറ്റ് 4-5 സെറ്റ് നമുക്ക് ഇതിൻ്റെ എടുക്കാനുണ്ടാവും കേട്ടോ. കാരണം തിക്കുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. വേറെ നമ്മൾ വെച്ചത് തിക്കായിട്ടില്ല, വളർന്നത് മാത്രം. കാരണം ഇത് നമ്മുടെ കുറേ സ്റ്റോക്ക് ഉണ്ട്. ഒരു 10, 30, 40 സെറ്റ് വെച്ചിട്ട് തരാനുണ്ട്. പക്ഷേ ഞാൻ ആവണേനനുസരിച്ച്, കാരണം ഇത് കുഞ്ഞ് ബേബി പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരുന്നത്. നമുക്ക് ലോഡ് ഇറക്കുമ്പോൾ അത് ഗ്രോത്ത് ആവണതിനനുസരിച്ച് മാത്രം ഞാൻ കൊടുക്കണുള്ളൂ. അപ്പോൾ എൻ്റെ ഇതേ സൈസിൽ തരാനായിട്ട് ഒരു 5 അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. സെറ്റായിട്ട് അത്യാവശ്യം തിക്കിൽ തരാനുള്ളത് ഇതാണുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് 130 റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ലെമൺ ലൈമിൻ്റെ പ്ലാന്റ്സ് നമ്മൾ സെയിലിനിട്ടുണ്ടായിരുന്നു. 300 റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ കൊടുക്കണില്ല, കുറച്ച് കൊടുക്കണം. അതിൽ നിന്നൊരു 3-4 എണ്ണം കൂടി ഞാൻ സെയിലാക്കി. ബാക്കിയുള്ള ഞാൻ കട്ടിങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു 4 എണ്ണത്തോളം റൂട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഈച്ച ഇങ്ങനെ പറന്ന് നടക്കുക ഇവിടെ. അപ്പോൾ അതിൻ്റെ പ്ലാന്റാണ്. ഒരു 3 ലീഫുള്ള പ്ലാന്റ്, 3-4 ലീഫുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ലെമൺ ലൈം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. റയറാണ് കേട്ടോ, കോമൺ ആയുള്ള വെറൈറ്റി അല്ല, അത്യാവശ്യം റയറായുള്ള വെറൈറ്റിയാണ്. ഞാനിത് വേറെയും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂട്ടായെന്ന് ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണമാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ, അധികമില്ല. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്കുള്ളത് കലാത്തിയുടെ ഈ ഒരു കോംബോ ആണ് കേട്ടോ. നമുക്ക് അടുത്തതായിട്ടുള്ളത് 360 രൂപയുടെ കോംബോ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ജിഞ്ചർ വെറൈറ്റി കലാത്തിയാണ്. പിന്നെയുള്ളത് ഇതേ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ ഒരു 3 ഷൂട്ട് നമുക്ക് ഉണ്ട് കേട്ടോ പ്ലാന്റ്. ഇതധികം ഹൈറ്റ് പോകാത്ത വെറൈറ്റിയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്കുള്ളത് റെഡ് വൈൻ്റെ ഒരു പ്ലാന്റാണ്. ഇതാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മാരിയോണിൻ്റെ ഒരു പ്ലാന്റ്. ഇതൊരു 3 ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് 3 ലീഫുള്ള ഒരു ഷൂട്ട്, 2 ലീഫുള്ള ഒരു ഷൂട്ട്, സിംഗിളായിട്ടുള്ള ഒരു ഷൂട്ട് കേട്ടോ. 3 ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. സിംഗിളല്ല, നല്ല തീരെ ചെറുതൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എന്നാലും നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ എല്ലാതും. ഇപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ മഴയത്തൊക്കെ ഇരുന്നപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങി. 3 ഷൂട്ടായുള്ളൊരു പ്ലാന്റ്. ഇതിലും 3 ഷൂട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും സിംഗിളായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ്. 360 നമ്മുടെ ഈ കോംബോയുടെ റേറ്റ്. നമ്മുടെ ലെമൺ ലൈം റൂട്ട് ആവണതിനനുസരിച്ച് തരും. ഞാൻ കണ്ടോ ഇവിടെ ഇങ്ങനെ ഞാൻ കുറേ വെച്ചിട്ടുണ്ടാവാനായിട്ട് കേട്ടോ. വേറെയും കുറേ വെച്ചിട്ടുണ്ട്. ട്രയൽ വെച്ചിട്ട് തികയാത്തൊക്കെ ഞാൻ മഴയത്ത് ഇങ്ങനെ വെച്ചേക്കാം ഉഷാറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ്.
കാലാത്തിയുടെ ഒരു കോംബോ ഉണ്ട്, സിസിയുടെ ഒരു കോംബോ, പിന്നെ ലെമൺ ലൈമിൻ്റെ മരാന്തയുടെ പ്ലാന്റ് ഉണ്ട്, പിന്നെ അഗ്ലോണിമയുടെ ഒരു കോംബോ. ഇതൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇതിൽ കലാത്തിയുടെ സെറ്റ് ഒരെണ്ണം തന്നെ കാണുള്ളൂ, കാരണം മറ്റതിൻ്റെ പോലെ അത്ര ഷൂട്ടുള്ളത് ഇനി ഉണ്ടാവില്ല, അതിൻ്റെ സിംഗിളാണ് ഇരിക്കുന്നത്. സിസി ഞാൻ പറഞ്ഞില്ല 4-5 എന്തായാലും തരാനുണ്ടാവും. അഗ്ലോണിയം ഒറ്റ സെറ്റേ ഉള്ളൂ. ലെമൺ ലൈമിൻ്റെ ഒരു 4 പ്ലാന്റ് നമുക്ക് റൂട്ടായത് തരാനുണ്ട് കേട്ടോ, ഇതേ സൈസിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സെയിലിനായുള്ള പ്ലാന്റ്സുകൾ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയയ്ക്കാം. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കൊറിയർ വന്നിട്ട് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിട്ടാവും വരാം. സ്കൂൾ തുറക്കണ കാരണമാണ് മോളെ ആക്കാൻ പോകുമ്പോൾ എപ്പോഴാണ് പിന്നെ വരാൻ പറ്റുകയെന്നുള്ള അറിയില്ലേ. അപ്പോൾ പാക്കിങ് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ട് ഞാൻ തുറക്കാൻ പറഞ്ഞു എന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, നോക്കിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി.